കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി BBA വിദ്യാർത്ഥികൾക്ക് 2019 ഇൻകം ടാക്സ് ക്വസ്റ്റ്യൻ പേപ്പറിൽ പാർട്ട് 4-ൽ ചോദിച്ചിട്ടുള്ള പ്രോബ്ലംസ് ആണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ നോക്കുന്നത്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി BBA വിദ്യാർത്ഥികൾക്ക് 2019 ഇൻകം ടാക്സ് ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുള്ള പാർട്ട് 4-ൽ ചോദിച്ചിട്ടുള്ള പ്രോബ്ലംസ് നമുക്ക് നോക്കാം. അപ്പോൾ 30ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ജസ്റ്റ് നോക്കുക. മിസ്റ്റർ രവികുമാർ ഈസ് എംപ്ലോയിഡ് ഇൻ ചെന്നൈ in a publicly limited company on annual salary of rupees 10 lakhs. മൊത്തം സാലറി എത്രയാണ്? 10 lakhs ആണ്. ദി കമ്പനി ഗിവ്സ് ദി സാലറി ആസ് ഫോളോസ്. അതിനെ ഡിവൈഡ് ചെയ്തിട്ടുള്ളത് എങ്ങനെയാണെന്ന് നോക്കാം. ബേസിക് സാലറി 7 lakh, ട്രാവലിംഗ് അലവൻസ് 20,000, മെഡിക്കൽ അലവൻസ് 20,000, സ്പെഷ്യൽ അലവൻസ് 12,000, ഹൗസ് റെന്റ് അലവൻസ് 1,20,000. ദെൻ നെക്സ്റ്റ് എംപ്ലോയീസ് കോൺട്രിബ്യൂഷൻ ടു RPF 60,000, company's contribution to RPF 60,000, deposit to approved gratuity fund 8,000, totally 10 lakhs. Okay. Then അടിയിൽ തന്നിട്ടുള്ളത് മിസ്റ്റർ രവികുമാർ ലിവ്സ് ഇൻ എ റെന്റഡ് ഹൗസ് പേയിങ് മന്ത്ലി റെന്റ് ഓഫ് rupees 15,000. ഡ്യൂറിംഗ് ദി ഇയർ 2017-18 he paid tax on employment rupees 2,000. കമ്പ്യൂട്ട് ഇൻകം ഫ്രം സാലറി ഫോർ ദി അസസ്മെൻറ്റ് ഇയർ 2018-19. ഓക്കെ, ഇവിടെ ക്വസ്റ്റനിൽ അസസ്മെൻറ്റ് ഇയർ നമ്മൾ മാറ്റുന്നു. 2020-21 ആകുന്നു. ഈ വർഷത്തെ നിലവിലുള്ളത് വെച്ചുകൊണ്ട് ചെയ്യുന്നു. ഓക്കെ, പ്രീവിയസ് ഇയർ 2019-20. ഓക്കെ, അതിനെ ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ പ്രോബ്ലംസ് വർക്കൗട്ട് ചെയ്യുന്നത്. ഇപ്പോൾ ഇവിടെ ജസ്റ്റ് നിങ്ങൾ ശ്രദ്ധിക്കുക. നമുക്ക് എന്ത് ചെയ്യണം? ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ഇൻകം ഫ്രം സാലറിയാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ഓരോ ഐറ്റംസിനെ എടുക്കുക. ഒന്നാമത്തെ എന്താണ്? ബേസിക് സാലറി ആണ് വരുന്നത്. ബേസിക് സാലറി എന്താണ്? ഫുള്ളി ടാക്സബിൾ ആണ്. നമ്മുടെ ക്വസ്റ്റനിൽ ബേസിക് സാലറി 7 lakh ആണ് തന്നത്. അത് മന്ത്ലി ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇയർലി ബേസിക് തന്നെയാണ് തന്നത്. അതിനെ ജസ്റ്റ് നമ്മൾ ഇങ്ങോട്ടേക്ക് മാറ്റി എഴുതുന്നു. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് ട്രാവലിംഗ് അലവൻസ് ആണ്. സെക്കൻഡ് വൺ ട്രാവലിംഗ് അലവൻസ് ആണ് തന്നിട്ടുള്ളത്. ഓക്കെ, ട്രാവലിംഗ് അലവൻസ് തന്നിട്ടുള്ളത് 20,000 ആണ്. ട്രാവലിംഗ് അലവൻസ് 3 രീതിയിൽ വരും. അതായത് ഫുള്ളി ടാക്സബിൾ, പാർട്ട്ലി ടാക്സബിൾ, ഫുള്ളി എക്സംപ്റ്റഡ്. ട്രാവലിംഗ് അലവൻസ് എന്ന് പറയുന്നത് പാർട്ട്ലി ടാക്സബിൾ അലവൻസിൽ വരുന്നതാണ്. ട്രാവലിംഗ് അലവൻസിൻ്റെ കേസിൽ സ്പെൻഡ് എത്രയാണോ, നമുക്ക് ചിലവാകുന്നത് എത്രയാണോ, ആ ഒരു എമൗണ്ട് എന്തായിരിക്കും? എക്സംപ്റ്റഡ് ആയിരിക്കും. എത്രയാണ് എക്സ്പെൻഡ് എന്ന് പറഞ്ഞിട്ടില്ലെങ്കിൽ അതിനെ മൊത്തം നമ്മൾ എന്ത് ചെയ്യാം? എക്സ്പെൻഡ് ആയിട്ട് അസംഷൻ ആയിട്ട് എടുത്തുകൊണ്ട് അതിനെ നമുക്കിവിടെ എന്ത് ചെയ്യാം? ടാക്സ് ഇല്ലാതെ കാണിക്കാം. അപ്പോൾ ട്രാവലിംഗ് അലവൻസ് ഇവിടെ എന്താണ്? 20,000 നമ്മൾ കാണിക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് അവിടെ നില്ല് കൊടുക്കുന്നു. ഓക്കെ, ഇനി നെക്സ്റ്റ് മെഡിക്കൽ അലവൻസ് ആണ് അടുത്തത് തന്നിട്ടുള്ളത്. മെഡിക്കൽ അലവൻസ്. ഓക്കെ, മെഡിക്കൽ അലവൻസ് എന്താണ്? ഫുള്ളി ടാക്സബിൾ അലവൻസ് ആണ്. അലവൻസിൻ്റെ കൂട്ടത്തിൽ ഫുള്ളി ടാക്സബിൾ അലവൻസ് ആണ്. എത്രയാണ് ക്വസ്റ്റ്യനിൽ? 20,000 ആണ് തന്നിട്ടുള്ളത്. ഓക്കെ, ഇനി അടുത്തത് എന്താണ്? സ്പെഷ്യൽ അലവൻസ് ആണ്. സ്പെഷ്യൽ അലവൻസ്. സ്പെഷ്യൽ അലവൻസിനെയും ഇവിടെ സ്പെഷ്യൽ അലവൻസ് പെർട്ടിക്കുലർലി ഏത് അലവൻസ് ആണെന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇവിടെ സ്പെഷ്യൽ അലവൻസിനെ നമ്മൾ ഫുള്ളി ടാക്സബിൾ അലവൻസ് ആയിട്ടാണ് അസ്യൂം ചെയ്യുന്നത്. സ്പെഷ്യൽ അലവൻസ് എത്രയാണ്? 12,000 ആണ് തന്നത്. ആ 12,000-നെ നമ്മൾ കാണിക്കുന്നു. ഓക്കെ, സ്പെഷ്യൽ അലവൻസ് 2 രീതിയിൽ പേഴ്സണൽ എക്സ്പെൻഡിച്ചർ മീറ്റ് ചെയ്യാനും അതേപോലെ തന്നെ ഒഫീഷ്യൽ എന്ന് പറഞ്ഞിട്ട് വേറെ തന്നെ കാറ്റഗറി പറയുന്നുണ്ട്. പക്ഷേ അതൊന്നും പറയാത്തത് കൊണ്ട് ഇവിടെ നമ്മൾ ഫുള്ളി ടാക്സബിൾ എന്ന് പറയുന്ന കാറ്റഗറിയിലാണ് പെടുത്തുന്നത്. കാരണം സ്പെസിഫിക്കലി പറയാത്തതാണെങ്കിൽ അതൊക്കെ എന്തായിരിക്കും? ഫുള്ളി ടാക്സബിളിൽ ഉൾപ്പെടും എന്നുള്ളതാണ്. ഇനി നെക്സ്റ്റ് വരുന്നത് HRA ആണ്. ഹൗസ് റെൻറ്റ് അലവൻസ്. ഹൗസ് റെൻറ്റ് അലവൻസ് ഇവിടെ റെൻറ്റ് പെയ്ഡ് പറയുന്നുണ്ട്. അപ്പോൾ എന്തായിരിക്കും? പാർട്ട്ലി ടാക്സബിൾ അലവൻസിൽ വരുന്നതാണ്. അപ്പോൾ നമ്മൾ തന്നിട്ടുള്ള ഹൗസ് റെൻറ്റ് അലവൻസിനെ ഇന്നർ കോളത്തിലേക്ക് കൊടുക്കുക. ഓക്കെ, 1,20,000. അതിൽ നിന്നും നമ്മൾ എന്തിനെ മൈനസ് ചെയ്യണം? എക്സംപ്റ്റഡ് പോർഷൻ മൈനസ് ചെയ്യണം. എത്രയാണോ എക്സംപ്റ്റഡ് അതിനെ മൈനസ് ചെയ്യണം. അതിന് നമ്മൾ എക്സംപ്റ്റഡ് പോർഷൻ കണ്ടെത്തണം. എക്സംപ്റ്റഡ് കണ്ടെത്താൻ ജസ്റ്റ് നിങ്ങൾ വർക്കിംഗ് നോട്ടായിട്ട് ലാസ്റ്റ് കൊടുക്കുക. അതായത് അതിൽ ഒന്നാമത്തെ കൊടുക്കേണ്ട എന്താണ്? ആക്ച്വൽ HRA. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പറഞ്ഞതാണ്. ആക്ച്വൽ HRA എത്രയാണ്? നമ്മുടെ ക്വസ്റ്റ്യനിൽ 1,20,000. ഓക്കെ, ഇനി രണ്ടാമത്തത് റെൻറ്റ് പെയ്ഡ് എടുക്കുന്നു. ഓക്കെ, എത്രയാണ് റെൻറ്റ് പെയ്ഡ്? ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട് മന്ത്ലി റെൻറ്റ് ഓഫ് rupees 15,000 എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇയർലിയിലേക്ക് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ എത്ര വരും? 1,80,000 വരും. അതിൽ നിന്നും എന്തിനെ മൈനസ് ചെയ്യുക? 10% ഓഫ് സാലറി മൈനസ് ചെയ്യുക. ഓക്കെ, അതായത് 10% സാലറി എന്ന് പറയുന്നത് ഇവിടെ ഏത് മാത്രമേ ഉള്ളൂ? ബേസിക് സാലറി മാത്രമേ ഉള്ളൂ. DAയും അതേപോലെ കമ്മീഷൻ അതൊന്നുമില്ല. അപ്പോൾ ഇവിടെ 7 lakhന്റെ എത്ര പെർസെൻറ്റേജ്? 10% കണ്ടു കഴിഞ്ഞാൽ 70,000. ഓക്കെ,
അപ്പോൾ 1,80,000 നിന്നും 70,000 നമ്മൾ മൈനസ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 1,10,000 എന്ന് കിട്ടും. അത് ഔട്ടർ കോളത്ത് കാണിക്കുന്നു. ദെൻ നെക്സ്റ്റ് മൂന്നാമത്തെ എന്താണ്? ഇവിടെ ഇയാൾ ചെന്നൈയിലാണെന്ന് ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട്. അപ്പോൾ 50% ഓഫ് സാലറിയാണ് മൂന്നാമത്തെ ക്രൈറ്റീരിയ. 50% എടുക്കുക. അപ്പം കണ്ടു കഴിഞ്ഞാൽ 3,50,000 എന്ന് കിട്ടും. ഇനി ഇതിൽ ലീസ്റ്റ് എമൗണ്ട് ആണ് എക്സംപ്റ്റഡ്. ഇതിൽ ഏറ്റവും ലീസ്റ്റ് എത്രയാണ്? 1,10,000 ആണ്. അപ്പം 1,10,000 എക്സംപ്റ്റഡ് ആയിരിക്കും. അതിനെ നമ്മൾ മൈനസ് ചെയ്യുന്നു എക്സംപ്റ്റഡ് എമൗണ്ട്. അപ്പോൾ ഔട്ടർ കോളത്തിൽ 10,000 ടാക്സബിൾ കിട്ടും. ഓക്കെ, ഇനി അടുത്ത വരുന്നത് എംപ്ലോയീസ് കോൺട്രിബ്യൂഷൻ ടു RPF ആണ്. എംപ്ലോയീസ് കോൺട്രിബ്യൂഷൻ ടു RPF. എംപ്ലോയീസ് കോൺട്രിബ്യൂഷൻ ടു RPF. ഓക്കെ, എംപ്ലോയീസ് കോൺട്രിബ്യൂഷൻ ടു RPFിൻ്റെ കേസിൽ PFിൻ്റെ പ്രത്യേകമായി പഠിക്കാനുണ്ട്. RPFിലേക്ക് എംപ്ലോയി കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് ഓൾറെഡി ടാക്സബിൾ ആണ്, സാലറിയിൽ ടാക്സബിൾ ആയിട്ട് ഇൻക്ലൂഡഡ് ആകുന്നതാണ്. നമുക്ക് സാധാരണ ക്വസ്റ്റനിൽ അങ്ങനെയാണ്, ടാക്സബിൾ ആയിട്ടാണ് വരുന്നത്. പക്ഷേ അത് എംപ്ലോയി തന്നെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന കേസിലാണെങ്കിൽ നമ്മളത് സ്പെസിഫിക്കലി കാണിക്കൂല. കാരണം എന്താണ്? അത് ഓൾറെഡി സാലറിയിൽ ടാക്സബിൾ ആയിട്ട് വന്നിട്ടുണ്ടാവും. എന്നാൽ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് കമ്പനി ഗിവ്സ് ദി സാലറി ആസ് ഫോളോസ് എന്ന് പറയുന്നുണ്ട്. കമ്പനി സാലറി കൊടുക്കുന്നത് മൊത്തത്തിൽ 10 ലക്ഷം ആയിട്ടാണ്. അതിൽ എംപ്ലോയിയുടെ കോൺട്രിബ്യൂഷനും കമ്പനി തന്നെയാണ് കൊടുക്കുന്നത്. എംപ്ലോയറുടെ കോൺട്രിബ്യൂഷൻ കമ്പനിയാണ് കൊടുക്കുന്നത്, എംപ്ലോയിയുടെ കോൺട്രിബ്യൂഷൻ കമ്പനിയാണ് കൊടുക്കുന്നത്. അങ്ങനെ എംപ്ലോയിയുടെ കോൺട്രിബ്യൂഷൻ എംപ്ലോയർ തന്നെ കൊടുക്കുകയാണെങ്കിൽ അവിടെ ആ എമൗണ്ട് ടാക്സബിൾ ആയിട്ട്, സാലറി സാധാരണ ടാക്സബിൾ ആവുന്ന പോലെ ടാക്സബിൾ ആയിട്ട് കാണിക്കണം. അപ്പോൾ ഇവിടെ എത്രയാണ്? എംപ്ലോയീസ് കോൺട്രിബ്യൂഷൻ ടു RPF 60,000 ആണ്. അത് നേരിട്ട് നമ്മൾ കാണിക്കുന്നു. ഓക്കെ, നോർമലി ഇത് നമ്മൾ കാണിക്കാറില്ല, കാരണം അത് ഓൾറെഡി സാലറിയിൽ ടാക്സബിൾ ആയിട്ട് ഇൻക്ലൂഡഡ് ആയിരിക്കും. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, സ്പെസിഫിക്കലി എംപ്ലോയർ ആണ് കൊടുക്കുന്നത്. നേരത്തെ അത് ഓൾറെഡി ടാക്സബിളിൽ വന്നിട്ടില്ല. ഇനി അടുത്തത് എന്താണ്? എംപ്ലോയേഴ്സ് കോൺട്രിബ്യൂഷൻ ആണ്, ദാറ്റ് ഈസ് കമ്പനീസ് കോൺട്രിബ്യൂഷൻ ആണ്. കമ്പനീസ് കോൺട്രിബ്യൂഷൻ എന്ന് പറയുമ്പോൾ എംപ്ലോയേഴ്സ് കോൺട്രിബ്യൂഷൻ ആണ്. എംപ്ലോയേഴ്സ് കോൺട്രിബ്യൂഷൻ ടു RPF ആണ്. ഇവിടെ എംപ്ലോയറെ കോൺട്രിബ്യൂഷൻ ഇൻ എക്സസ് ഓഫ് 12% ഓഫ് സാലറിൻ്റെ മുകളിൽ വരുന്നുണ്ടെങ്കിൽ അതെന്തായിരിക്കും? ടാക്സബിൾ ആയിരിക്കും. ഇവിടെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് എത്രയാണ്? 60,000 ആണ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഇവിടെ നമ്മൾ സാലറിയുടെ ഒരു 12% കാണും. 12% ഓഫ് സാലറി കാണും. 12% ഓഫ് സാലറി നമ്മൾ കണ്ടെത്തി കഴിഞ്ഞാൽ 7 ലാഖിൻ്റെ 12% നമ്മൾ കണ്ടെത്തി കഴിഞ്ഞാൽ 84,000 എന്ന് കിട്ടും. ഇവിടെ നിങ്ങൾ നോക്കുക, ഈ 12% സാലറിയുടെ 12%ൻ്റെ മുകളിൽ എംപ്ലോയർ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ആ എമൗണ്ട് ആണ് ടാക്സബിൾ. അങ്ങനെ കൂടുതൽ വരുന്നില്ല, അപ്പോൾ ഇവിടെ എന്തില്ല? ടാക്സബിൾ വാല്യൂ ഇല്ല. ഓക്കെ അല്ലേ? അതിൽ കൂടുതൽ വന്നിട്ടുണ്ടെങ്കിൽ ടാക്സബിൾ ആണ്. ഇത് ഇവിടെ സാലറിയാണ് കൂടുതൽ, 12%. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് എന്താണ്? ഡെപ്പോസിറ്റ് ടു അപ്രൂവ്ഡ് ഗ്രാറ്റുവിറ്റി ഫണ്ട് ആണ് അടുത്ത ഐറ്റം. ഡെപ്പോസിറ്റ് ടു അപ്രൂവ്ഡ് ഗ്രാറ്റുവിറ്റി ഫണ്ട്. ഈ ഒരു ഗ്രാറ്റുവിറ്റി ഫണ്ടിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യുന്നത്, അതായത് എംപ്ലോയർ ഗ്രാറ്റുവിറ്റി ഫണ്ടിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യുന്ന ഈ ഒരു എമൗണ്ട് എന്തല്ല? ടാക്സബിൾ പോർഷൻ അല്ല, നോട്ട് ടാക്സബിൾ ആണ്. അപ്പോൾ അതുകൂടെ കാണിക്കുന്നു. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു? ഇതിനെ ടോട്ടൽ ചെയ്യുന്നു. അപ്പോൾ ഇത്രയും ഐറ്റംസ് ആണ് നമ്മുടെ ക്വസ്റ്റ്യനിലുള്ളത്. ബാക്കി നമ്മുടെ എംപ്ലോയ്മെൻറ്റ് ടാക്സ് ആണ്, അത് ലാസ്റ്റ് ചെയ്യേണ്ടതാണ്. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യുക? ഗ്രോസ് സാലറി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നു. ഓക്കെ, ഇത് മൊത്തം ടോട്ടൽ ചെയ്തുകൊണ്ട് ഗ്രോസ് സാലറി കാൽക്കുലേറ്റ് ചെയ്യുന്നു. അതായത് 7 ലാഖ് 20,000, 12,000, 10,000, 60,000, 8,02,000 എന്ന് ടോട്ടൽ കിട്ടും. ഓക്കെ, 8,02,000 എന്ന് ടോട്ടൽ കിട്ടി. ഇതാണ് ഗ്രോസ് സാലറി. ഇതിൽ നിന്നും നമ്മൾ എന്തിനെ മൈനസ് ചെയ്യണം? നമ്മളൊരു സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ മൈനസ് ചെയ്യണം. സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ മൈനസ് ചെയ്യുന്നു. അതായത് പ്രസൻറ്റ് അസസ്മെൻറ്റ് ഇയറിനെ ബേസ് ചെയ്തുകൊണ്ട് സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ എത്രയാണ്? 50,000 ആണ്, 50,000 ആണ് വരുന്നത്. നേരത്തെ ഇത് കഴിഞ്ഞ അസസ്മെൻറ്റ് ഇയറിൽ 40,000 ആയിരുന്നു. അപ്പോൾ പ്രസൻറ്റ് അസസ്മെൻറ്റ് ഇയർ 2020-21 ബേസ് ചെയ്തുകൊണ്ടാണ് ഈ ക്വസ്റ്റ്യൻ ഞാൻ വർക്കൗട്ട് ചെയ്യുന്നത്, ഓർമ്മിക്കുക. ഓക്കെ, അതേപോലെ തന്നെ നമ്മുടെ ക്വസ്റ്റ്യനിൽ ടാക്സ് ഓൺ എംപ്ലോയ്മെൻറ്റ് പറഞ്ഞിട്ടുണ്ട്. ടാക്സ് ഓൺ എംപ്ലോയ്മെൻറ്റ് എത്രയാണ്? ടാക്സ് ഓൺ എംപ്ലോയ്മെൻറ്റ് എന്നും പറഞ്ഞിട്ട് 2,000 തന്നിട്ടുണ്ട്. ആ 2,000 കൂടെ കാണിക്കുന്നു. അതും എന്താണ്? സാലറിയിൽ നിന്ന് ഡിഡക്ഷൻ ആയിട്ട് വരേണ്ട ഐറ്റമാണ്. അപ്പോൾ ഇതിനെ ടോട്ടൽ ചെയ്ത് ഔട്ടർ കോളത്തിൽ കൊടുക്കുക, 52,000. അപ്പോൾ 8,02,000 നിന്നും 52,000 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന എമൗണ്ട് ആണെന്ത്? ഇൻകം ഫ്രം സാലറി എന്ന് പറയുന്നത്. ഇൻകം ഫ്രം സാലറി. ഓക്കെ, അതായത് എത്ര വരും? 7,50,000 എന്ന് എമൗണ്ട് കിട്ടും. 7,50,000. ഓക്കെ, അപ്പോൾ ഇതേ രീതിയിലാണ് ഈ ക്വസ്റ്റ്യൻ വർക്കൗട്ട് ചെയ്യുന്നത്.
ദെൻ നെക്സ്റ്റ് 31ാമത്തെ ക്വസ്റ്റ്യൻ. ഫ്രം ദി ഫോളോയിങ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഓഫ് മിസ്റ്റർ ജെയിൻ അസർട്ടൈൻ ടാക്സബിൾ പ്രോഫിറ്റ്. ഓക്കെ, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഫോർ ദി ഇയർ എൻഡഡ് 31 മാർച്ച് 2018. ഇവിടെ നമ്മൾ 2018 എന്നുള്ളത് 2020 ആക്കി മാറ്റുന്നു ഡേറ്റ്, കാരണം പ്രസൻറ്റ് അസസ്മെൻറ്റ് ഇയറിനെ ബേസ് ചെയ്തുകൊണ്ട്. അതിൽ ഡെബിറ്റ് സൈഡിൽ തന്നിട്ടുള്ളത് സാലറി 14,800, ജനറൽ എക്സ്പെൻസസ് 12,550, ബാഡ് ഡെപ്റ്റ് റിസർവ് 3,000, ഇൻകം ടാക്സ് 1,500, ഗിഫ്റ്റ് ആൻഡ് പ്രസൻറ്റ് 2,000, ലൈഫ് ഇൻഷുറൻസ് പ്രീമിയം 1,300, ഫയർ ഇൻഷുറൻസ് പ്രീമിയം ബ്രാക്കറ്റിൽ ഷോപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ട് 1,000, കമ്മീഷൻ പെയ്ഡ് 15,000, ഓഡിറ്റ് ഫീ 2,750, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ 4,500, ഡിസ്കൗണ്ട് അലൗഡ് 6,000, ട്രേഡ് എക്സ്പെൻസ് 24,500, നെറ്റ് പ്രോഫിറ്റ് 55,100. ദെൻ ക്രെഡിറ്റ് സൈഡിൽ ഗ്രോസ് പ്രോഫിറ്റ് 1,25,000, മിസലേനിയസ് റിസീപ്റ്റ് 2,000, കമ്മീഷൻ ഏൺഡ് 4,000, ഇൻട്രസ്റ്റ് ഓൺ ഗവൺമെൻറ് സെക്യൂരിറ്റീസ് 3,000, ഡിവിഡൻഡ് ഫ്രം ഇന്ത്യൻ കമ്പനി 10,000. ഓക്കെ, ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് ടോട്ടലി 1,44,000. നെക്സ്റ്റ് അഡ്ജസ്റ്റ്മെൻറ്റിൽ തന്നിട്ടുള്ളത് ഡിപ്രിസിയേഷൻ അലവൻസ് എലിജിബിൾ ടു ദി ബിസിനസ് ഈസ് ₹6,500, ജനറൽ എക്സ്പെൻസസ് ഇൻക്ലൂഡ് ₹4,000 ബീങ് ദി കോസ്റ്റ് ഓഫ് ടാബിൾ പർച്ചേസ്ഡ് ഫോർ ഡൊമസ്റ്റിക് യൂസ്, കമ്മീഷൻ പെയ്ഡ് ഇൻ ക്യാഷ്. ഓക്കെ, ഇത്രയുമാണ് തന്നത്. ഇതിനെ ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ ടാക്സബിൾ പ്രോഫിറ്റിനെ കണ്ടെത്തണം. അതായത് ഇൻകം ഫ്രം ബിസിനസ് ഓർ പ്രൊഫഷൻ എന്ന് പറയുന്ന ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ കാൽക്കുലേഷൻസ് നടത്താൻ ഫസ്റ്റ് ചെയ്യേണ്ടത് എന്താണ്? കാൽക്കുലേഷൻ ഓഫ് ഇൻകം ഫ്രം ബിസിനസ് ഓർ പ്രൊഫഷൻ എന്ന ഹെഡിങ് കൊടുക്കുക. ടാക്സബിൾ പ്രോഫിറ്റ്, കാൽക്കുലേഷൻ ഓഫ് ടാക്സബിൾ പ്രോഫിറ്റ് എന്ന് പറഞ്ഞിട്ട് ജസ്റ്റ് ഹെഡിങ് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഇതേ രീതിയിൽ 2 എമൗണ്ട് കോളം വരുന്ന രീതിയിൽ ജസ്റ്റ് കോളംസ് പ്രൊവൈഡ് ചെയ്യുക. ഓക്കെ, ആദ്യം നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള നെറ്റ് പ്രോഫിറ്റിനെ നമ്മൾ ഇങ്ങോട്ടേക്ക് എടുത്ത് എഴുതുന്നു. അതായത് നെറ്റ് പ്രോഫിറ്റ് ആസ് പെർ പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് എത്രയാണ്? ഇവിടെ 55,100 ആണ്. അതിനെ നമ്മൾ സെക്കൻഡ് എമൗണ്ട് കോളത്തിൽ കാണിക്കുന്നു. ദെൻ നെക്സ്റ്റ് നമ്മൾ ഇതിൽ ചെയ്യേണ്ടത് ഇതിൻ്റെ കൂടെ എന്ത് ചെയ്യണം? നോട്ട് അലോഡ് എക്സ്പെൻസിനെ ആഡ് ചെയ്യണം. ഐറ്റംസ് നോട്ട് അലോഡിനെ എന്ത് ചെയ്യണം? ആഡ് ചെയ്യുകയാണ് വേണ്ടത്. നമ്മുടെ ക്വസ്റ്റ്യനിൽ അലോഡ് അല്ലാത്ത നോട്ട് അലോഡ് എക്സ്പെൻസ് ഉണ്ടാവും, അതിനെ നമ്മൾ എന്ത് ചെയ്യുക? ആഡ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, ഇപ്പോൾ നമുക്ക് ഡെബിറ്റ് സൈഡിൽ നോക്കാം. സാലറി, ജനറൽ എക്സ്പെൻസ് അതൊക്കെ എന്താണ്? അലോഡാണ്. ദെൻ നെക്സ്റ്റ് ബാഡ് ഡെപ്റ്റ് റിസർവ് എന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, റിസർവ് ഫോർ ബാഡ് ഡെപ്റ്റ് എന്താണ്? നോട്ട് അലോഡാണ്. ഇപ്പോൾ ബാഡ് ഡെപ്റ്റ് റിസർവ് എത്രയാണ് ക്വസ്റ്റ്യനിൽ തന്നത്? അത് ഇന്നർ കോളത്തിൽ കൊടുക്കുക. 3,000 ആണ് തന്നത്, അതിന് ഇന്നർ കോളത്തിൽ കാണിക്കുന്നു. ദെൻ നെക്സ്റ്റ് വരുന്നത് എന്താണ്? ഇൻകം ടാക്സ് ആണ്. ഇൻകം ടാക്സ് എന്നുള്ളതും ഈ ഒരു ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ടതല്ല, അത് പേഴ്സണൽ നാച്ചുറാണ്. നെക്സ്റ്റ് ഗിഫ്റ്റ് ആൻഡ് പ്രസൻറ്റ്, ഗിഫ്റ്റ് ആൻഡ് പ്രസൻസ് ആണ് നെക്സ്റ്റ് കൊടുത്തിട്ടുള്ളത്. ഗിഫ്റ്റ് ആൻഡ് പ്രസൻറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഇവിടെ നോട്ട് അലോഡ് ആണ്. കാരണം അത് ബിസിനസ്സിൻ്റെ അഡ്വർടൈസ്മെൻറ്റിന് വേണ്ടി അങ്ങനെയൊക്കെ ആണെങ്കിൽ അത് അലോഡ് ആവും. എല്ലാത്ത രീതിയിലാവുമ്പോൾ ഇതെന്താണ്? നോട്ട് അലോഡ് ആണ്. എത്രയാണ്? 2,000 ആണ് തന്നിട്ടുള്ളത്. ദെൻ നെക്സ്റ്റ് ലൈഫ് ഇൻഷുറൻസ് പ്രീമിയം ആണ്. ലൈഫ് ഇൻഷുറൻസ് പ്രീമിയം, ലൈഫ് ഇൻഷുറൻസും ബിസിനസ്സുമായിട്ട് കണക്ട് ചെയ്യാത്ത ഐറ്റമാണ്. എത്രയാണ്? 1,300 ആണ്. ദെൻ നെക്സ്റ്റ് കമ്മീഷൻ പെയ്ഡ് 15,000 എന്ന് പറഞ്ഞിട്ടുണ്ട്. കമ്മീഷൻ എത്രയാണ്? ക്യാഷ് ആയിട്ടാണ് കൊടുക്കുന്നത്. ക്യാഷ് ആയിട്ട് 10,000 മുകളിലേക്ക് വരുമ്പോൾ അതെന്താണ്? ഇവിടെ നോട്ട് അലോഡ് ആണ് ക്യാഷ് ആയിട്ട് കൊടുക്കുമ്പോൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ 15,000 എന്താണ്? ഇവിടെ നോട്ട് അലോഡ് ആണ്. കമ്മീഷൻ പെയ്ഡ്, കമ്മീഷൻ പെയ്ഡ് എത്രയാണ്? 15,000 ആണ്. അതിനെ നമ്മൾ കാണിക്കുന്നു. ദെൻ നെക്സ്റ്റ് വരുന്നത് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എന്ന് പറയുന്ന ഐറ്റമാണ്. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എന്ന് പറയുന്ന ഐറ്റം അതും എന്താണ്? ഓഡിറ്റ് ഫീ എന്നാണ്? അലോബിൾ ആണ്. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എന്നുള്ളത് നോട്ട് അലോഡ് ആണ്. എത്രയാണ്? 4,500 ആണ്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് അത് ഡെബിറ്റ് സൈഡിൽ വന്ന നോട്ട് അലോഡ്. അപ്പോൾ ഇവിടെ അലോഡും നോട്ട് അലോഡും ഏതാണെന്നുള്ളത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. അതേപോലെ തന്നെ നമ്മുടെ അഡ്ജസ്റ്റ്മെൻറ്റിൽ പറയുന്നുണ്ട് ജനറൽ എക്സ്പെൻസ് ഇൻക്ലൂഡ് 4,000 ബീങ് ദി കോസ്റ്റ് ഓഫ് ടാബിൾ പർച്ചേസ്ഡ് ഫോർ ഡൊമസ്റ്റിക് യൂസ്. ഓക്കെ, ഗാർഹിക ആവശ്യത്തിനും വേണ്ടിയിട്ടുള്ള ഒരു ടാബിൾ വാങ്ങിയതിൻ്റെ ജനറൽ എക്സ്പെൻസ് 4,000 എന്താണ്? ഇതിൽ ഇൻക്ലൂഡഡ് ആണ്. അത് നോട്ട് അലോഡ് ആണ് ബിസിനസ്സിൽ. അപ്പോൾ ജനറൽ എക്സ്പെൻസിൽ വരുന്ന ആ ഒരു 4,000, ജനറൽ എക്സ്പെൻസിൽ വരുന്ന ആ ഒരു 4,000 ഇവിടെ എന്താണ്? നോട്ട് അലോഡ് ആണ്. അതിവിടെ നമ്മൾ കാണിക്കുന്നു. ഇത്രയും ഐറ്റംസ് ആണ് നോട്ട് അലോഡ് എക്സ്പെൻസ് ആയിട്ടുള്ളത്. ഇനി ഈ എമൗണ്ട്സിനെയൊക്കെ നമ്മൾ ടോട്ടൽ ചെയ്യുന്നു, എന്നിട്ട് ഔട്ടർ കോളത്തിലേക്ക് മാറ്റി എഴുതുന്നു. അതായത് 31,300 ടോട്ടൽ കിട്ടും. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു? ഇതിനെ ആഡ് ചെയ്യുന്നു. 55,100ൻ്റെ കൂടെ
31,300 ആഡ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് 86,400 എന്ന എമൗണ്ട് കിട്ടും. ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മൾ ഇതിൽ നിന്നും എന്ത് ചെയ്യുന്നു, ലെസ് ചെയ്യേണ്ട ഐറ്റംസിനെ കൂടെ ലെസ് ചെയ്യുന്നു. ഇതിൽ നിങ്ങളെ ക്വസ്റ്റ്യനിൽ അഡ്ജസ്റ്റ്മെൻറ്റിൽ നോക്കുക. ഡിപ്രിസിയേഷൻ അലവൻസ് എലിജിബിൾ ടു ദി ബിസിനസ് ഈസ് ₹6,500. യഥാർത്ഥത്തിൽ ബിസിനസ്സിൽ ഡിപ്രിസിയേഷൻ ആയിട്ട് 6,500 വരുന്നുണ്ട്. ആ 6,500 ഇതിൽ കൊടുത്തിട്ടില്ല, അത് അഡ്ജസ്റ്റ്മെൻറ്റിൽ പറഞ്ഞതാണ്. അപ്പോൾ അതിനെ എന്ത് ചെയ്യണം, ഇതിൽ നിന്ന് ബിസിനസ്സിൻ്റെ എക്സ്പെൻസിൽ ഉൾപ്പെടേണ്ട ഐറ്റമാണ്, അതിനെ ലെസ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇവിടെ എന്ത് ചെയ്യുന്നു, ഡിപ്രിസിയേഷൻ എന്ന് പറഞ്ഞിട്ട് 6,500 ഇന്നർ കോളത്തിൽ കൊടുക്കുന്നു. ഓക്കെ അല്ലേ. ഇനി നമ്മുടെ ക്രെഡിറ്റ് സൈഡിൽ നോട്ട് അലോഡ് ആയിട്ടുള്ള ഐറ്റംസ് ഉണ്ടാകും. ആ ഐറ്റംസിനെ നോക്കുന്നു. അതായത് ഇവിടെ ഗ്രോസ് പ്രോഫിറ്റ്, മിസ്ലേനിയസ് റിസീപ്റ്റ്, കമ്മീഷൻ ഉണ്ട്. പിന്നെ ഇൻട്രസ്റ്റ് ഓൺ ഗവൺമെൻറ് സെക്യൂരിറ്റീസ് തന്നിട്ടുണ്ട്. ഇൻട്രസ്റ്റ് ഓൺ ഗവൺമെൻറ് സെക്യൂരിറ്റി. ഓക്കെ, ഇൻട്രസ്റ്റ് ഓൺ ഗവൺമെൻറ് സെക്യൂരിറ്റീസും പറഞ്ഞിട്ട് എത്രയാണ്, 3,000 ആണ് തന്നത്. ആ 3,000നെ നമ്മൾ എടുക്കുന്നു. അതേപോലെ തന്നെ ഡിവിഡൻഡ് ഫ്രം ഇന്ത്യൻ കമ്പനി. ഡിവിഡൻഡ് ഫ്രം ഇന്ത്യൻ കമ്പനി എന്താണ്, ഇതിൽ നോട്ട് അലൗഡ് ആണ്. ആ ഐറ്റവും നമ്മൾ എന്ത് ചെയ്യണം, ഇതിൽ നിന്ന് മൈനസ് ചെയ്യണം. എത്രയാണ്, ഡിവിഡൻഡ് ഫ്രം ഇന്ത്യൻ കമ്പനി 10,000 ആണ്. ആ 10,000നെ നമ്മൾ എന്ത് ചെയ്യുന്നു, മൈനസ് ചെയ്യുന്നു. അപ്പോൾ ഇത്രയും ഐറ്റംസ് ആണ് ക്രെഡിറ്റ് സൈഡിൽ നോട്ട് അലൗഡ് ഇൻകംസ് ഉള്ളത്. ഇതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, ടോട്ടൽ ചെയ്യുന്നു. ടോട്ടൽ ചെയ്ത് കഴിഞ്ഞാൽ എത്ര കിട്ടും, 19,500 എന്ന് കിട്ടും. അതിന് ഔട്ടർ കോളത്തിൽ കാണിക്കുന്നു. അപ്പോൾ 86,400 നിന്നും 19,500നെ നമ്മൾ മൈനസ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് എത്ര കിട്ടും, 66,900 എന്ന് കിട്ടും. ഈ കിട്ടുന്നതാണ് എന്ത്, ഇൻകം ഫ്രം ബിസിനസ് എന്ന് പറയുന്നത്. ഇൻകം ഫ്രം ബിസിനസ്. ഓക്കെ, അപ്പോൾ ഇൻകം ഫ്രം ബിസിനസ് എന്ന് പറഞ്ഞിട്ട് എത്ര കിട്ടും, 66,900 എന്ന് കിട്ടും. ഓക്കെ അല്ലേ.